എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ചെറിയൊരു അച്ചാറ് പരിപാടിയാണ്. വീട്ടിലാണെങ്കിൽ കുറച്ച് നെല്ലിക്ക മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നെല്ലിക്ക ചുമ്മാ ഇരുന്നാൽ നമുക്ക് എത്ര തിന്നാൻ പറ്റും. അപ്പോൾ നമുക്കിത് കുറച്ചുണ്ട്, അപ്പോൾ നമുക്ക് അച്ചാറിട്ടാലോ. അച്ചാർ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, അങ്ങനത്തെ ടീമുകളാണ് വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അച്ചാറിട്ടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നെല്ലിക്ക അച്ചാറിടാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേന് നമ്മുടെ അമ്മ പണി പറ്റിച്ച് കഴിഞ്ഞു. എന്നാന്ന് വെച്ചാൽ എന്നോട് പറയാതെ തന്നെ ഓൾറെഡി നമ്മുടെ നെല്ലിക്ക പുഴുങ്ങുക മീൻസ് നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് അത് ഏകദേശം തിളച്ച് കഴിയുമ്പം ഈ നെല്ലിക്ക അങ്ങോട്ട് ഇട്ടു. പിന്നെ നമ്മൾ കാന്താരി മുളകും കൂടെ നമ്മുടെ ഒരു ഇതിന് ഇട്ടതാകട്ടോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ നെല്ലിക്ക ഇട്ടത്, അല്ലെങ്കിൽ അത് ചിലപ്പം വെന്ത് പോകും. അങ്ങനെയാണ് പിന്നെ അത് അലിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ പാടെ നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചപ്പോഴാണ് നമ്മളൊരു നഗ്നസത്യം മനസ്സിലാക്കിയത്. നമ്മുടെ കയ്യിൽ അച്ചാറ് പൊടി തീർന്നു പോയായിരുന്നു. പിന്നെ അത് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ അടുപ്പയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്നായിരുന്നു കരിയാപ്പില, ഇത്രയൊക്കെ സംഭവങ്ങളിട്ട് നമ്മളിനി വഴറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ നല്ലോണം വെളുത്തുള്ളി നമ്മളുടെ എന്തോരം നെല്ലിക്കയുണ്ട് അതിനനുസരിച്ച് കുറച്ച് നല്ലോണം ചേർക്കുകയാണെങ്കിൽ അത്രയും ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളുണ്ടാക്കുന്ന രീതി കേട്ടോ. ഓരോരുത്തർ ചിലപ്പോൾ ഓരോരോ നാട്ടിൽ ഓരോരോ രീതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം വെളുത്തുള്ളിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നെല്ലിക്ക ഈ പുഴുങ്ങി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളാക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നമ്മുടെ അച്ചാറ് പൊടി തീർന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മേടിച്ച് വന്നിട്ട് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ ഇതാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നല്ലോണം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പുപൊടി ഇട്ടു കേട്ടോ. എന്നാൽ പിന്നെ നല്ലോണം ഇങ്ങനെ നല്ലോണം ഇതായി കിട്ടുമല്ലോ. പിന്നെ അതേ സമയത്ത് നമ്മുടെ ആക്സിൽ എപ്പോഴത്തെയും പോലെ തന്നെ അടുപ്പ് മൂട്ടി കയറി ഇരിപ്പുണ്ട്. അവൻ നമ്മൾ എന്ത് പരിപാടി കാണിക്കുന്നുണ്ടെങ്കിലും അവൻ സൈഡിൽ കാണണം അവന്, അല്ലെങ്കിൽ അവൻ വാശി പിടിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ. നേരത്തെ ഒരു വീഡിയോയിൽ ഇവൻ ഇതേപോലെ തന്നെ ഇതേ പൊസിഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറക്കാമെന്ന് പറഞ്ഞതാണ്. അവൻ എന്ത് ചെയ്താൽ അവൻ സമ്മതിക്കുന്നില്ല, അവനും കാണണം എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ. അപ്പോൾ അവൻ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു, കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ അവിടെ തന്നെ കറക്റ്റ് ഇരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് വഴണ്ട് വന്നപ്പോഴത്തേന് നമ്മൾ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. കാരണം ഓൾറെഡി നമ്മൾ മുളകും പച്ചമുളകും ഇട്ടിട്ടുണ്ട്, കാന്താരി മുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും മുളക് നല്ലോണം ഇഷ്ടമാണ്, എരിവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ. പിന്നെ കുറച്ച് അച്ചാർ പൊടി ഇട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനൊക്കെ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ അച്ചാർ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടാസ്ക്കാണ്, എന്താങ്ങാണ്ടൊക്കെ കുറേ ചെയ്യാനുണ്ടെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇത്രയും സംഭവമുള്ളൂ എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ തന്നെ ഇതുവരെ ഒറ്റയ്ക്ക് ഞാനങ്ങനെ അച്ചാറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈ അമ്മേൻ്റെ കൂടെ നിന്നിട്ട് അമ്മേനോട് ഓരോന്നോരോന്ന് ചോദിച്ച് ഇട്ടിട്ടേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇത് നമ്മൾ നമ്മുടെ നെല്ലിക്ക ഇട്ട് കേട്ടോ. ഇത് ഓൾറെഡി ഇത് അല്ലി ആക്കി വെച്ചതാണ്. തണുത്തതിന് ശേഷം അമ്മ അതിൻ്റെ അല്ലിയൊക്കെ ആക്കി വെച്ചതായിരുന്നു കേട്ടോ നേരത്തെ. അപ്പം നമ്മളാണെങ്കിൽ ഈ അച്ചാറ് പൊടി മുളക് പൊടിയൊക്കെ ഇട്ടത് അടുപ്പേ വെച്ചുകൊണ്ട് തന്നെയല്ല ഇട്ടത്, നമ്മൾ പുറത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടുപ്പയിലാണല്ലോ വെച്ചത്, അപ്പോൾ തീ കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്തുനിന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ പൊടിയൊക്കെ ഇട്ടത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ചിലപ്പം. അടുപ്പിലാവുമ്പോൾ ഭയങ്കര തീയല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഈ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ മതി, അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ആ ഒരു ചൂടിലിരുന്ന് അത് ആയിക്കോളും. നെല്ലിക്ക ഓൾറെഡി വെന്തതാണല്ലോ, പിന്നെ കുറേ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് അലിഞ്ഞു പോകും. നമ്മളിതിനകത്ത് പിന്നെ വിനാഗിരി ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ കിട്ടുന്ന പാടെ നമ്മൾ ഇത് കൂട്ടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വിനാഗിരി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വിനാഗിരിയൊക്കെ യൂസ് ചെയ്യേണ്ടവർക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല.
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നെല്ലിക്കാച്ചാർ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.